അംജാട്ട, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ദ ഷോ, വെൽക്കം ടു ദ ഫാമിലി. ഗുഡ് ഈവനിങ്. ഞാൻ പറയുകയാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രത്യേകിച്ചൊരു ഭാഷാപ്രയോഗം ആവശ്യമില്ല. രണ്ടാമത്, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് മുരളിച്ചേട്ടനെ വിളിച്ചു പറയുക. അത് ഞങ്ങൾ ഈ വേദിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപക്ഷെ അപൂർവം ഏക വ്യക്തി അല്ലെങ്കിൽ ഏക ഒരു സിനിമാ താരമാണ്. അതുകൊണ്ട് നമ്മുടെ ഷോയെ പറ്റി അറിയാം, നമ്മളെ പറ്റി അറിയാം, നമുക്ക് അമ്പിളിച്ചേട്ടനെ പറ്റി അറിയാം. എന്താണ് പറയാനുള്ളത്? ഞാനൊന്നും ചോദിക്കുന്നില്ല. ഷോ റെഗുലറായിട്ട് കാണാറില്ല, ചില സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ കിലുക്കം എന്നൊരു ചിത്രത്തിൻ്റെ ഭാഗം, അതിൽ രേവതി അഭിനയിച്ച കുറച്ച് ഭാഗങ്ങൾ ഒരു കലാകാരി റോമി പേര് ഓർമ്മിക്കുന്നില്ല, ആ കുട്ടി വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചായിട്ട് തോന്നി. അതിനെ തുടർന്നുള്ള എനിക്ക് പ്രത്യേകിച്ച് ഈ ജഡ്ജസിൻ്റെ ശ്രീ മുരളിയുടെയും പൂർണിമയുടെയൊക്കെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റാണ് ചില കാര്യങ്ങൾ. കാരണം അതിൽ മറ്റാർക്കും ഒരു പരിഭവം തോന്നാതെ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി, കാരണം അവരിലെ കലാവാസന 100% പ്രോത്സാഹിപ്പിക്കപ്പെടണം. അവർ നമ്മുടെ പ്രേക്ഷകർക്ക് വിലമതിക്കുന്ന കലാകാരികളും കലാകാരന്മാരും ആയി തീരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ വിമർശനങ്ങളൊക്കെ. ഞാൻ പ്രത്യേകിച്ച് മുരളിയെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു അക്കാര്യത്തിൽ. അത് നമ്മളിവിടെ ഈ വേദിയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു ഷോ നമുക്ക് ആദ്യമായിട്ടാണ്. കാരണം അമ്മമാർ ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ടെങ്കിലും അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ഷോ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത്തരം ഒരു ഷോയെ എങ്ങനെയായിരിക്കും അമ്പിളിച്ചേട്ട ഒരു കാഴ്ചപ്പാടിലൂടെ പറയുകയാണെങ്കിൽ? കാരണം ഈ കല എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു വ്യക്തിയിലും അങ്ങനെ അസ്തമിക്കാറില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ രീതിയിൽ ഇനി കലാപ്രവർത്തനം വേണ്ട എന്ന് വെച്ചിട്ട് ചില കുടുംബിനിമാർ കുട്ടികളെയൊക്കെ നോക്കി ഭർത്താവിനെയൊക്കെ നോക്കി കഴിയുകയാണ്. നല്ല കലാകാരന്മാരും കലാകാരികളും ആ കൂട്ടത്തിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്ക് ഇതൊരു വേദിയാണ് അവരുടെ ടാലൻസ് കാണിക്കാൻ. അവരുടെ ടാലൻസ് ഈ കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും കാണുകയാണത്. അപ്പോൾ എന്താ, വീട്ടമ്മയ്ക്ക് പാടാം, വീട്ടമ്മയ്ക്ക് ഡാൻസ് ചെയ്യാം, അങ്ങനെയൊക്കെ ആവാം. അത് ഞങ്ങൾ സിനിമയിലുള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു സംഭവമല്ല അത്. അപ്പോൾ കല എന്ന് പറഞ്ഞാൽ ദൈവികമാണ്. അത് ഒരു വ്യക്തിയുടെ മരണത്തോടു കൂടിയേ നമ്മൾ വിട്ടു പോവുകയുള്ളൂ. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെക്കണം. അതാണ് പറഞ്ഞ പാടിയ വായും ആടിയ കാലും വെറുതെ ഇരിക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ് വീട്ടമ്മമാർക്ക് അങ്ങനെയെങ്കിൽ. പിന്നെ അവരുടെ ദൈനംദിന സംഘർഷത്തിൽ നിന്നൊരു മോചനം, ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. ഒരു വീട്ടമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു മാനസിക ഉല്ലാസം ഇത് മാത്രമാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് വളരെയധികം ഒരു ഗുണമുള്ള ഒരു പ്രോഗ്രാമാണ്. എല്ലാ വീട്ടമ്മമാരും സഹകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വീട്ടമ്മമാരെ കൂടുതൽ സ്വാഗതം ചെയ്യുന്നു ഞാൻ. താങ്ക് യു. അതുപോലെ ഈ ആഴ്ചയിൽ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് AVT പ്രീമിയം വനിതാരത്നം 2 ആണ്. വനിതാരത്നം ആദ്യം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ ചില മത്സരാർത്ഥികളും ഈ വർഷം ഇപ്പോൾ 6 പേരാണ് അവശേഷിക്കുന്നത്. അവരും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ റൗണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരാർത്ഥികളെയും ഈ പുതിയ ആളുകളെയും കാണാനും ഈ ആഴ്ചയിലൊരു ഗുണമുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് കാണാൻ ഉള്ളൊരു അപൂർവ ഭാഗ്യം ലഭിച്ച ഒരു അതിഥിയാണ്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു AVT പ്രീമിയം വനിതാരത്നം 2ലേക്ക്. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഈ ആഴ്ചയിൽ നമ്മുടെ കഴിഞ്ഞ വനിതാരത്നത്തിലെ മത്സരാർത്ഥികളും AVT പ്രീമിയം വനിതാരത്നം 2ലെ അവശേഷിക്കുന്ന മത്സരാർത്ഥികളും ചേർന്നുള്ള കോമ്പിനേഷൻ റൗണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ആമുഖങ്ങളോ മുഖവരയോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി, നമ്മുടെ സ്വന്തം അമ്പിളിച്ചേട്ടൻ. എന്താണ് പൂർണിമയ്ക്കും മുരളിച്ചേട്ടനും ചോദിക്കാനുള്ളത്? നമസ്കാരം അമ്പിളിച്ചേട്ടാ. 4ാമത്തെ പ്രാവശ്യമായി നമസ്കാരം. അതെ, ഒരു ദിവസം ഒരാളെ ഒരു പ്രാവശ്യം നമസ്കാരം പറഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മുടെ പ്രൊഡ്യൂസർ എഡിറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അതെ അതെ, അപ്പോൾ അവരെ എഡിറ്റ് ചെയ്തോളൂ, എല്ലാം കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. ഇല്ല, വളരെയധികം സന്തോഷമുണ്ട്. കാരണം കൂടുതൽ സന്തോഷം വേറെ ഒന്നും കൊണ്ടല്ല, ഒരിക്കൽ നമുക്ക് ലഭിക്കും എന്ന് വിചാരിച്ച് ലഭിക്കാതെ പോയ ഒരു അതിഥിയാണ്. അതിലെ വിഷമം നമുക്ക് സമയക്കുറവുണ്ട്. അതെ, പക്ഷെ അതുകൊണ്ടാണ് സാർ ഞാൻ വീണ്ടും പറയുന്നത്, ഒരിക്കലും മഹിളയോടുള്ള വിരോധം കൊണ്ടല്ല. അല്ല സാർ, അതല്ല. ചിലപ്പോൾ അങ്ങനെ പോയവർ പലവരും തന്നെ പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വീണ്ടും സന്തോഷത്തോടു കൂടി സാർ വീണ്ടും വരാമെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷവും അംഗീകാരമാണ്. താങ്ക് യു സോ മച്ച്. രണ്ടാമത്തെ കാര്യം, മുരളിച്ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് സാർ വിളിക്കാറുള്ള കാര്യവും കാണാറുള്ള കാര്യം. പക്ഷെ അത് വിളിച്ച് പറയുക, അത് അഭിനന്ദിക്കുക. ഞാനത് വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം അടുത്ത തലമുറയിലേക്കോ ഭാവിയിൽ ആൾക്കാരൊക്കെ ഉണ്ടോ കോമഡി ചെയ്യാൻ, ഞാൻ ഔട്ടായി പോകുമോ, ഇനി ഇവരൊക്കെ ചെയ്ത് എന്തുമാത്രം നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഭയപ്പാടൊന്നും എനിക്ക് വന്നിട്ടില്ല.
ഇപ്പം വീട്ടമ്മമാരായതുകൊണ്ടാണ് കാണുന്നത്, വേറൊന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവർക്കൊരു സന്തോഷം, ഇതാണ് അവരുടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് 100% നമുക്ക് വളരെ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച്. പിന്നെ മുരളി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റും കൂടാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള അസൂയയും ബഹുമാനവും സ്നേഹവും. അതുകൊണ്ട് അദ്ദേഹം വിധികർത്താവായിട്ടൊരു പ്രോഗ്രാമിന് ഇരിക്കുമ്പോൾ വിധി 100% സത്യസന്ധമായിരിക്കണമെന്ന് എന്നെപ്പോലെ ഒരു ന്യൂനപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായി എല്ലാ റിയാലിറ്റി ഷോകളിൽ നിന്നും വെച്ച് വളരെ വ്യക്തമായി കാര്യകാരണ സഹിതം പറഞ്ഞു. വെറുതെ അത് മോശമായി, അത് ശരിയായില്ല, അങ്ങനല്ല, ഇങ്ങനെയാണത്, ഇങ്ങനെ ആയതുകൊണ്ടാണത് അങ്ങനെ ആയത് എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഈ പ്രവൃത്തി സ്വായത്തമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ പൂർണ്ണിമയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരിയാണ്. നിരവധി ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചില്ലെങ്കിലും ഒരെണ്ണം അഭിനയിച്ചാൽ മതി, അതിൽ നിന്ന് എന്തുമാത്രം വരെ റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇവർക്ക് നല്ല വിധികർത്താക്കളെയാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അമ്പിളിച്ചേട്ടൻ നമസ്കാരം. നമസ്കാരം. മൂന്നാമത്തെ തവണ. അതെ, മൂന്നാം തവണയാണ്. ഇതിപ്പോൾ നമ്മുടെ വനിതാരത്നം കാണികൾക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരമാണിത്. മറ്റ് ഒരുപാട് ലക്ഷക്കണക്കിന് മലയാളികളെ പോലെ ഞാനും അമ്പിളിച്ചേട്ടൻ്റെ, ജയതിച്ചേട്ടൻ്റെ ഒരു ആർഡൻ ഫാനാണ്. അദ്ദേഹത്തിൻ്റെ താങ്ക് യു. അദ്ദേഹത്തിൻ്റെ പടങ്ങളെക്കുറിച്ചൊന്നും നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. എൻ്റെ ഇപ്പം ജയചേട്ടൻ ഇവിടെ പറഞ്ഞൊരു ഇത് എനിക്ക് അപൂർവമായൊരു ഭാഗ്യമായിരുന്നു കോഴിക്കോട് വെച്ച് കിട്ടിയത്. കോഴിക്കോട് എൻ്റെ വൺ മാൻ ഷോ ഒറാങ്കുട്ടാൻ എന്ന് പറഞ്ഞ ഇത് കളിക്കുന്ന സമയത്ത് അന്ന് അവിടെ ചേട്ടനുണ്ടായിരുന്നു, പിന്നെ കെ ടി സാറുണ്ടായിരുന്നു. അപ്പം കെ ടി സാർ എന്നോട് വന്ന് പറഞ്ഞു, മോനെ ഞാനൊരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകും. ഞാൻ പറഞ്ഞു അതെന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. രഞ്ജിത്തും എന്നോട് വന്ന് പറഞ്ഞു ചിലപ്പോൾ ചേട്ടൻ കുറച്ച് നേരം കഴിഞ്ഞാൽ പോയേക്കും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ഇവരൊരു 10 മിനിറ്റ് നമ്മുടെ പെർഫോമൻസ് കണ്ടാൽ മതി എന്നുള്ളതിലാണ്. അങ്ങനെ ഞാൻ പെർഫോമൻസ് ചെയ്തതിന് ശേഷം കെ ടി സാറ് മുഴുവൻ ഇരുന്ന് കണ്ടു, ജയചേട്ടൻ മുഴുവൻ ഇരുന്ന് കണ്ടു. അന്ന് രാത്രി കുക്കുവിനെ വിളിച്ചിട്ട് ജയചേട്ടൻ ഒരുപാട് സംസാരിക്കേണ്ട, എൻ്റെ നമ്പർ അന്ന് കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എന്നെ വിളിച്ചില്ല. പിന്നീട് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമായിരുന്നു ജയചേട്ടൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ കുറി എനിക്ക് കിട്ടി. ആ കുറി ഇപ്പോഴും ഞാൻ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ ഒറാങ്കുട്ടാൻ എന്ന് പറഞ്ഞ് അതിൻ്റെ അവസാനം വരുന്നത് ഒരു കുരങ്ങനാണ്, ഒറാങ്കുട്ടാനായി മാറുകയാണ് ഒരു മനുഷ്യൻ. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരി ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും കല്യാണത്തിന് വരണം ഒരു കുരങ്ങന് മറ്റൊരു കുരങ്ങൻ എന്നായിരുന്നു അതിൽ എഴുതിയത്. അത് ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ആ കല്യാണക്കുറിപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. താങ്ക് യു. ചേട്ടന് പിന്നെ എന്താ പറയുക, വനിതാരത്നത്തിൻ്റെ ഫാമിലിയിലേക്കും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും സ്വാഗതം ചെയ്യുന്നു ചേട്ടൻ. സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. AVT പ്രീമിയം വനിതാരത്നം 2 ഈ ആഴ്ചത്തെ കോമ്പിനേഷൻ റൗണ്ട് ഫ്രീ റൗണ്ടാണ്. നമ്മുടെ കണ്ടസ്റ്റൻസിന് അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള പെർഫോമൻസ് ആണ്. സ്വാഗതം ചെയ്യാം സഫിയ. ബൈ 1 get 1 ഫ്രീ ആണോ? അതെ, ഞങ്ങൾ അങ്ങനത്തെ ഒരു പാക്കേജാ. മൈക്കിൽ പറയൂ. എല്ലാം മറന്നുപോയോ? പഴയതെല്ലാം മറന്നുപോയോ? റീനയെ സംബന്ധിച്ച് മൈക്ക് ആവശ്യമില്ല, ആംപ്ലിഫയർ വിഴുങ്ങിയ സൗണ്ടാ. കൽപ്പന ചേച്ചി പറഞ്ഞ പ്രോഗ്രാം കണ്ടില്ലേ? അല്ല, ഞാനോടത്ത് പെട്ടെന്നെല്ലാം മറന്നുപോയി, മൈക്ക് പിടിക്കുകയല്ലേ. പഴയ റീന മാറി എല്ലാം പിടിവിട്ട് പോയ ആളാണോ? ഇല്ല, പഴയ റീന കൊട്ടും മാറ്റം എങ്കിൽ മൈക്ക് ചേർത്ത് പിടിച്ചു പറയും, എങ്കിൽ ഞാൻ പറയാം പഴയ റീനയാണ്. സുഫിയ, എന്താണ് ഇന്ന് ചെയ്യുന്നത്? ഡാൻസ് ആണ്. ഡാൻസ് ഈ വേഷത്തിലെ? ഈ വേഷക്കാർക്ക് ഡാൻസ് ചെയ്തൂടെ? എന്താണ് വീണ്ടും ഈ ഗ്ലാമർ ഇല്ലാത്തൊരു ഇതിലേക്ക് പോയത്? ഒരു തീം എനിക്ക് തോന്നിയത്. ഈ ലോകത്ത് ഗ്ലാമറുള്ള ഒരു തീമും ഇല്ലേ? ഉണ്ട്. എത്ര ആഴ്ചയായി പണി തുടങ്ങിയിട്ട്? ഉണ്ട്, തീമുണ്ട്, വ്യത്യസ്തത തീമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭംഗിയുള്ള വസ്തുക്കൾ ഈ ലോകത്തിനുള്ളതിലും എന്താ പറയുക, ആ ഒരു ഡീഗ്ലാമറൈസ്ഡിന് ആ ദുഃഖം കൂടുതൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി, ഒരു റിയാലിറ്റിനോട് കുറച്ചും കൂടെ ടച്ച് ഉണ്ട്. അപ്പോൾ ഇത് റിയാലിറ്റി ഷോ അല്ലേ കിഷോർ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനൊരു ടച്ച് ഇരിക്കട്ടെ, ഒറിജിനാലിറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പൂർണിമ, രണ്ടുപേർക്കും നമസ്കാരം. ഡാൻസ് ചെയ്യാനുള്ള എന്ന തീരുമാനം ആരുടേതാണ്?
എന്തുകൊണ്ടാണ് നമുക്ക് എന്നാ ഇത് ഈ വഴിയിലോട്ട് പോവാം എന്ന് തീരുമാനിച്ചത്? മുരളി സാർ പറഞ്ഞു എന്റർടൈൻമെന്റ് റൗണ്ട് ആണ്, മാക്സിമം പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. എന്റർടൈൻ ചെയ്യാൻ ഏറ്റവും വലിയ മാർഗം അല്പസ്വല്പം ഡാൻസ് ഒക്കെ ആകും. റീന പക്ഷെ ട്രെയിൻ ഡാൻസർ അല്ല അല്ലേ? രണ്ടുപേരും ട്രെയിൻ ഡാൻസേഴ്സ് അല്ല, പക്ഷെ റീന നന്നായി ഡാൻസ് കളിക്കും. സഫിയയ്ക്കാണെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് സഫിയ ഇറ്റ്സ് ലൈക്ക് ബ്രൈറ്റ് ഫെദർ ഓൺ യുവർ ക്രൗൺ. ഓക്കെ, വളരെ തഴക്കം വന്ന എന്താ പറയുക, തഞ്ചം വന്ന ഒരു അഭിനേത്രി തന്നെയാണ് സഫിയ. താങ്ക് യു മാം. അതുകൊണ്ട് തന്നെ സഫിയയിലുള്ള പ്രതീക്ഷ കൂടും. നന്നായി ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം സാർ. അപ്പോൾ എന്താണ് ഒരു ചെറിയ ആക്ടിങ് ലൈനിലൊക്കെ ജീവിച്ച് പോകുന്നുണ്ട്, ആക്ടിങ്ങിൽ അല്ല ആക്ടിങ് അതും ഉണ്ട്, ഒരു കുറച്ച് സ്കിറ്റ് കുറച്ച് ഡാൻസ്. അപ്പോൾ അതെന്താ നേരത്തെ പറയാത്ത? രണ്ടും കൂടെ കൂട്ടി കലർത്തിയൊരു സംഭവം. ഈ രണ്ടും പറഞ്ഞു, പക്ഷേ ശരിക്കും അങ്ങോട്ട് വ്യക്തമാക്കി പറഞ്ഞില്ല. പുറത്തേക്ക് എത്തിയില്ല അല്ലേ? ശരി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ട് ഇതിനകത്ത്. ഒട്ടും കുറയ്ക്കണ്ട, അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്, സ്കിറ്റും ഡാൻസും. എന്തായാലും എനിക്ക് നിങ്ങൾ ഈ വന്നിട്ടുള്ള സഫീം റീനയും വന്നിട്ടുള്ള ഈ ഇൻട്രാക്ഷൻ ഒരു കാര്യം മനസ്സിലായി, ദർസ് ഗോയിങ് ടു ബി ലോട്ട് ഓഫ് ഫൺ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ബോത്ത് ഓഫ് യു. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് ഈവനിങ് ബോത്ത് ഓഫ് യു. സർ. രണ്ടുപേരും മിടുക്കികളായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബിഹൈൻഡ് ദ സ്റ്റേജ് യു ആർ ഓക്കെ, ഓൺ ദ സ്റ്റേജ് കണ്ട ശേഷം അഭിപ്രായം പറയാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. എല്ലാം ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. താങ്ക് യു. സഫിയ ഓൾ ദി ബെസ്റ്റ്. റീന ഗുഡ് ലക്ക്. താങ്ക് യു. போராடும் போர்க்களமே ബേരാജോ ബൈ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 3, കിട്ടിയാൽ 100, പോയാൽ 10. വരൂ 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 വരൂ. ബേരാജോ ബൈ 1 വെച്ചാൽ 2, ഈ വളയുടെ ചേച്ചി ഉള്ള ചേച്ചി ശരി എന്നൊരു ശരി ചേച്ചി. അത് വെറുതെ ആ മഞ്ഞ വളർത്തി മഞ്ഞ വള ഒരാളെ മാത്രം കയറ്റിയാൽ മതി. പൂച്ചാണ്ടി റെയിൽ വണ്ടിയിലേ വാരണാസി കോട്ട താണ്ടി മെയിൽ വണ്ടിയിലേ വരാം പൂച്ചാണ്ടി റെയിൽ വണ്ടിയിലേ വാരണാസി കോട്ട താണ്ടി മെയിൽ വണ്ടിയിലേ റെയിൽ വണ്ടിയിലേ മെയിൽ വണ്ടിയിലേ പറന്നു വരാണ്ട പാഞ്ചു വരാണ്ട കാട്ടു വഴിയിലേ എതിർമേട്ടു വഴിയിലേ ഈ മൂട്ട വരാണ്ട കൊടി നാട്ട വരാണ്ട വരാം പൂച്ചാടി റെയിൽ വണ്ടിയിലേ വാരണ
வழியா நான் பார்த்தா பார்க்காமலே போறியா அடியே ஆத்தா ஆத்தோரமா பாரியா நான் பார்த்தா பார்க்காமலே போறியா அடி அக்கம் பக்கம் யாரும் இல்லை அள்ளிக்கலாம் புள்ள ஆத்தா ஆத்தோரமா பாரியா நான் பார்த்தா பார்க்காமலே போறியா Gonna say I throw rum variya. Come on, baby, pakama puriya. ஆவாரம் பூவாக அள்ளாம கிள்ளாம அணைக்க துளைச்சிருக்க ஆவாரம் பூவாக அள்ளாம கிள்ளாம அணைக்க துளைச்சிருக்க தவிச்ச மனசுக்கு தண்ணி தர வேணாமா தழும்பு நினைப்புக்கு அள்ளிக்கிற நீ வாமா ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விழியிலுமே சொல்கிறதே பரவான பகலொன்று வந்திடுமே ஒவ்வொரு விழியிலுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விழியிலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே. സഫിയ, എങ്ങനെ ഇന്ന് എന്നയുടെ കൂടെയുള്ള പെർഫോമൻസ്? കുഴപ്പമില്ല ഏ? കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ളൂ, നന്നായില്ലേ? ജഡ്ജസ് ജഡ്ജസ് പറയട്ടെ, എന്നാൽ പിന്നെ ജഡ്ജസ് പറയട്ടെ, പിന്നെ ജഡ്ജസ് പറയട്ടെ അല്ലേ? അമ്പിളി ചേട്ടൻ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ തന്നെ തുടങ്ങണോ? ആയിക്കോട്ടെ. ഒരു നൃത്തമാണെങ്കിലും നമുക്ക് സാധാരണക്കാരൻ്റെ വ്യൂവിലെങ്കിലും കാണാമല്ലോ. അല്ല, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ദേ ആർ അപ്കമ്മിങ് ആർട്ടിസ്റ്റ്. ഈ തിരക്കിനിടയ്ക്കുമൊക്കെ അവർ ഇങ്ങനെ ഒന്ന് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെ പെർഫെക്ഷനെ പറ്റിയല്ല ഞാനീ പറയുന്നത്. ചില കാര്യങ്ങൾ ഒരു ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ആശയം അവരുടെ മനസ്സിലുള്ളത് ഒരു അളവ് വരെ നമ്മളെയൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഈ ഭിക്ഷ തണ്ടി നടക്കുന്ന അനാഥ പിള്ളേരാണെന്ന് തോന്നുന്നു. ട്രെയിൻ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ട് പിന്നെ നഗരങ്ങളിലൊക്കെ വെറുതെ ചുറ്റിക്കറങ്ങി നടന്ന് അവരുടെ ഒരു ചെറിയ സന്തോഷം അല്ലേ, അതാണെന്നാണ് തോന്നുന്നത്. അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ അത് ഞാൻ മനസ്സിലാക്കണം. അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ചില പാകപ്പിഴകൾ പിന്നെ പറഞ്ഞുതരാം. പിന്നെ വേഷച്ചേർച്ച, പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയുടെ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു സർ. രണ്ടുപേർക്കും ഒരു അനാഥ പിള്ളേരെന്ന് തന്നെ തോന്നും. പിന്നൊന്ന്, പുരുഷ വേഷമാണ് കെട്ടുന്നത്. വളരെ ശ്രദ്ധിക്കണം വേഷം കെട്ടും. മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഷർട്ട് ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒക്കെ, ബിക്കോസ് യു ആർ ഡാൻസിങ് ഓൺ ദ സ്റ്റേജ്. അപ്പോൾ ഇനിയുള്ള വേദികളിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം യുവർ ഡ്രസ്സിങ്. അത് അക്ഷരാർത്ഥത്തിൽ പുരുഷൻ തന്നെ ആയിരിക്കണം. വിഷ്വലി കാഴ്ചയ്ക്ക് പുരുഷൻ തന്നെ ആയിരിക്കണം. മനസ്സിലായിട്ടുണ്ടാവും. ബുദ്ധിയുള്ള ആർട്ടിസ്റ്റാണ്. അങ്ങനെ വേണം. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്, എല്ലാ പെർഫോമൻസും കഴിവതും സ്റ്റേജിലാക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വേദി. പിന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വിധികർത്താക്കളെ ഒരിക്കലും ഒരു കാര്യത്തിനും സമീപിക്കാൻ പാടില്ല എന്നുള്ള. ഞങ്ങൾ മൂന്നും ഒരു സെപ്പറേറ്റ് ബോഡിയാണ്. നിങ്ങൾക്ക് ആക്ഷൻ സദസ്സിനോടാകാം,
പിന്നെ നിങ്ങളുടെ എക്സ്പ്രഷൻസൊക്കെ വളരെ ക്ലോസിൽ വിധികർത്താക്കളായി ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഹൗ ഈസ് ദ ക്യാമറ എന്ന് എനിക്കറിയില്ല. അത് എത്രത്തോളം വളരെ എക്സ്പ്രസീവായിട്ടുള്ള പല മൂഡ്സ് ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ ഇത് മാന്യ പ്രേക്ഷകരുടെ ഇടയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അതുവരെ ക്യാമറയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ടോട്ടലി ഡാർക്കായിരുന്നു ഇവിടെ. നിങ്ങളുടെ മുഖം പ്രകാശം, ഇതെല്ലാം പ്രകാശത്തിൻ്റെ മുമ്പിലാണ്. ഏത് കലയും പ്രകാശത്തിൻ്റെ മുമ്പിലാണ് തുടക്കം. പ്രകാശമാണ് കല, പ്രകാശമാണ് ദൈവം. പ്രകാശത്തിൻ്റെ മുമ്പിലാണ് എല്ലാ കലകളും പിന്നെ ഈ അവതരിപ്പിച്ചിട്ടുള്ളതും ആവിർഭവിച്ചിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് പണ്ട് ആഴിയൊക്കെ തീയൊക്കെ കൂട്ടിയിട്ടിരുന്ന് അതിന് ചുറ്റും നമ്മുടെ പ്രാചീന മനുഷ്യർ അന്നന്ന് വേട്ടയാടിയ മൃഗങ്ങളും വേട്ടയാടിയ രീതി മൈം ചെയ്ത് കാണിച്ചിരുന്നു. ഞാനൊരു കാട്ടുപോത്തിനെ കണ്ടെന്നും അതിനിങ്ങനെ കൊന്നുവെന്നും ഒക്കെ കുടുംബാംഗങ്ങളോട്. അത് തീക്കുണ്ടത്തിൻ്റെ നടുവിലായിരുന്നു. എങ്കിലേ അവർക്ക് ഫേസ് കാണാനൊക്കെ. അപ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻസ് കാണണമെങ്കിൽ വേദിയിലായിരിക്കണം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആയി സദസ്സിൻ്റെ അടുത്ത് വരാം. പക്ഷേ വിധികർത്താക്കളെ സമീപിക്കുന്ന ഇപ്പോൾ ഒരു ഫാഷനാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ യുവജനോത്സവങ്ങളിൽ കുട്ടികളുടെ അച്ഛനമ്മമാർ ജഡ്ജസിൻ്റെ പുറകെ വളഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം മത്സരാർത്ഥികളെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്നാണ് എക്സ്പ്രഷൻസ് കാണിക്കുന്നത്. അവിടെ നിന്ന് കാണിച്ചാൽ മതി, ഞങ്ങൾ കാണും. പിന്നെ വെളിച്ചത്ത് നിന്നേ നിങ്ങൾ പെർഫോം ചെയ്യാവൂ. നിങ്ങൾക്ക് ട്രെയിനോ വിമാനമോ സ്വർഗമോ നരകമോ ഒക്കെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് സങ്കല്പിച്ച് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. യു ക്യാൻ നിങ്ങൾക്ക് ഒരു ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കണ്ണുകൊണ്ട് കാണിക്കാം. അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കണ്ണുകളിൽ വരുത്താം. അപ്പോൾ അതൊക്കെയാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വളരെ കോൺഫിഡൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്, തൊലിക്കെട്ടിയുള്ളവരെന്നർത്ഥം. നല്ല ചങ്കൂറ്റം. ഒരു ആർട്ടിസ്റ്റിന് ചങ്കൂറ്റമാണ് വേണ്ടത്. അത് നിങ്ങളിലുണ്ട്, വേഷപ്പൊരുത്തമുണ്ട്. യു ആർ ഗുഡ് പെർഫോമേഴ്സ്. ഇത്തരം പുതുമയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കളയാന്ന് വിചാരിക്കരുത്. അത് ശ്രദ്ധിക്കണം. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. സഫിയ ആത്മാർത്ഥമായിട്ട് പറയാണ്, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സഫിയ ഇത്ര നന്നായി ഡാൻസ് കളിച്ചതിൽ. വളരെയധികം സന്തോഷമുണ്ട് സഫിയ. സഫിയിൽ ആദ്യത്തെ ഡാൻസ് ഞാൻ കണ്ടത് ഏകദേശം 7 ആഴ്ചയ്ക്ക് മുന്നെയാണ്. അന്നത്തെ സഫിയും ഇന്നത്തെ സഫിയും തമ്മിൽ അജഗജ വ്യത്യാസമുണ്ട്. ഗംഭീരായിരുന്നു സഫിയ. ഇനി ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം. തീർച്ചയായിട്ടും സാറ് കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ആംബിയൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കാര്യത്തിൽ അത് നന്നായിട്ടുണ്ട്. ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു സ്റ്റോറി ലൈൻ എടുത്തതിലും തീർച്ചയായിട്ടും കൺവിൻസിങ് ആയിരുന്നു. കൺവിക്ഷനോട് കൂടിയാണ് നിങ്ങൾ ചെയ്തത്. കോൺഫിഡൻസ് 2 പേരിലും ഉണ്ടായിരുന്നു. ആൻഡ് സഫിയ ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ സഫിയ നല്ല ആർട്ടിസ്റ്റാണ് എന്നൊക്കെ. അപ്പോൾ എന്നും വിചാരിച്ച സഫിയ അങ്ങനെ ഭീകരമായിട്ട് അങ്ങ് അഭിനയിച്ച് എന്താ പറയുക, ഞാൻ ഭയങ്കര ആക്ട്രസ് ആണെന്ന് പറഞ്ഞു ഞാൻ നന്നായി അഭിനയിക്കണം എന്നൊന്നും ചെയ്യാതെ നല്ല ലിമിറ്റഡായി ആ സട്ടിലിറ്റി, നമ്മളെപ്പോഴും പറയും സട്ടിലിറ്റിയാണ് ആവശ്യം. നിങ്ങളുടെ ബിഹേവിയറാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ല നിങ്ങൾ അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞിട്ട് അത് ബോറാക്കുകയല്ല. അപ്പോൾ ആ ബിഹേവിങ്, സഫിയയുടെ ബിഹേവിങ് വാസ് വെരി നൈസ് ആൻഡ് വെരി എന്താ പറയുക ടു ദ പോയിന്റ്. ഓക്കെ. ആൻഡ് 2 പേരിലെയും കെമിസ്ട്രി വളരെ നന്നായിരുന്നു. 2 പേരിലെയും ഈ പറഞ്ഞ എന്താ പറയുക ഗിവ് ആൻഡ് ടേക്ക്. ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും, ഡാൻസിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ഇടയ്ക്ക് റീന ഒന്ന് കൈവിട്ടുപോയി. റീനയായി ഡാൻസ് കളിച്ചപ്പോൾ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഡാൻസ് കളിക്കുമ്പോൾ റീനയാണ്, തിരിച്ച് ക്യാരക്ടർ ആകുമ്പോൾ റീന വേറെ ആരോ ആണ്. ഓക്കെ. അപ്പോൾ കൺസിസ്റ്റൻസി റീനയ്ക്ക് ഇത്ര കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു കാര്യത്തിലുണ്ട്. പിന്നെ ലിപ്പിൻ്റെ കാര്യത്തിലും തുടക്കം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ തുടക്കം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ലിപ്പ് അത് മെയിൽ വോയിസ് ആണ്. മെയിൽ വോയിസിൻ്റെ ലിപ്പ് സഫിയയുടേതാകണമായിരുന്നു. ഒരു കാര്യം പറഞ്ഞോളൂ. ഞങ്ങൾ പാടുന്നതല്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും. അല്ല അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് പാടരുത്. ഇടയ്ക്കല്ല, ഞങ്ങൾ അത് കേട്ടിട്ട് കൂടെ ഈ പാട്ട് ഈ ഇവിടെ ഒരു കാർണിവൽ നടക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ മൈതാനത്ത് നിൽക്കുമ്പോ ഈ പാട്ട് കേൾക്കുമ്പോ അത് കേട്ടിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാം. അപ്പോ സ്വന്തമായിട്ട് അപ്പൊ എന്നാ ഒരാള് പാടുണ്ട്, ഒരാള് പാടിയിട്ടില്ല. അതാണ് ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. റീന നന്നായി പാടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആക്ഷൻസിൽ ഒരു പാട്ട് കേൾക്കുന്നുള്ള സംജ്ഞ 2 പേരും കൂടി കൊടുക്കണം. ഞങ്ങൾ ഇവിടെ ബാക്കിൽ വന്ന് നിന്നിട്ട് എന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞല്ലേ കാണിച്ചേ? അവിടെ പാട്ട് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ ബാക്ക് സൈഡാണ്, എക്സ്പ്രഷൻ പുറകെ കണ്ടില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ ഒരിക്കലും നിങ്ങളുടെ പുറകുവശം, നിങ്ങളുടെ ബാക്ക് സൈഡിന് ഒരിക്കലും മുഖത്തെ എക്സ്പ്രഷൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരെ ഒരു ആർട്ടിസ്റ്റും കൊടുത്തിട്ടുമില്ല. കഥകളി ചില നടന്മാർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ എന്താ അറിയോ, 2 പേര് ഇനി മുന്നോട്ട് പോകുമ്പോൾ സഫിയുടെ കാര്യത്തിൽ എനിക്കറിയാം. റീന തീർച്ചയായിട്ടും യു ആർ സ്റ്റിൽ ബാക്ക് ഓൺ സ്റ്റേജ് അല്ലേ, ഈ വേദി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എവ്രി സിംഗിൾ തിങ് ഷുഡ് ബി നോട്ടഡ് ആസ് എൻ ആർട്ടിസ്റ്റ്.
അല്ലേ? തീർച്ചയായിട്ടും കലയെ സ്നേഹിക്കുന്നവരായി നിങ്ങൾ, അതുകൊണ്ടല്ലേ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ കലയിൽ സ്നേഹിക്കുന്ന കാര്യമാണെങ്കിൽ എല്ലാ മൈന്യൂട്ടസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലെടുത്തണ്ടേ. അതുകൊണ്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം, അല്ലേ? ബാക്കി സഫിയുടെ ക്യാരക്ടറിൽ കൺസിസ്റ്റൻസി ഉണ്ട്, ബോഡി ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമായി, എല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഗംഭീരമായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് സഫിയയുടെ ആക്ടറിനെ കുറച്ചുകൂടെ കാണണം. എനിക്ക് സഫിയുടെ ആക്ടർ കുറച്ചുകൂടെ കാരണം സഫിയ അത്ര നന്നായിട്ട് അഭിനയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു റീന. സഫിയ, റീന, നമസ്കാരം. നമസ്കാരം സാർ. രണ്ടുപേരും വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിപൂർണ്ണ തൃപ്തനല്ല എന്നുള്ളതാണ് എൻ്റെ തുടക്കം. എനിക്കതിൻ്റെ ബിഗിനിങ് ആണ് ഏറ്റവും മോശമായിട്ട് തോന്നിയത്. ഒന്നുകിൽ നമുക്ക് ബിഗിനിങ്ങിൽ ആ എഫക്റ്റ് വേണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പിന്നെ ഈ വയറ്റത്തടിച്ച് പാടുന്ന പാട്ടുകാരൻ കുട്ടി, അതായത് ഇപ്പം പൂർണിമ പറഞ്ഞാൽ ഞാൻ മുഖ്യമായിട്ട് എടുക്കുന്നു. പിന്നെ സഫിയയുടെ ഡാൻസ് നന്നായിരുന്നു, പക്ഷേ ആക്ടിങ് വീക്കായിപ്പോയി. ഇപ്പം ഈ തുടക്കം എന്ന് പറയുമ്പോൾ ഈ ഏത് പാട്ടാണ് പാടിയത്? ഒവ്വൊരു പൂക്കളും. അതിൻ്റെ പിച്ചേ തെറ്റാണ്. നമ്മൾ റെയിൽവേ ഇതിലൊക്കെ നമ്മൾ അവർ വളരെ ഹൈ പിച്ചിലായിരിക്കും പാടുക. എന്തുകൊണ്ടാണ് അവർ ഹൈ പിച്ചിൽ പാടുന്നത്? ഈ ട്രെയിനിൻ്റെ ശബ്ദത്തെ മറികടന്നുകൊണ്ടാണ് അവർ പാടുന്നത്. ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുള്ളതാണ് സഫിയ കാണിച്ചത് അവസാനം വന്നിട്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കുട്ടികൾ തന്നെയാണ് അകത്ത് കയറിയിട്ടും പാടുന്നത്. അപ്പോൾ ഈ കടാപട എന്ന് പറഞ്ഞ് ഓടുന്ന വണ്ടിക്കകത്ത് ആ വണ്ടിയുടെ ശബ്ദത്തെ അങ്ങനെയാണ്, അത് അവരുടെ സ്വഭാവമാണത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് അവർ ഹൈ പിച്ചിലേ പാടുള്ളൂ. ഓക്കെ, സോ ദർ ഇറ്റ് സെൽഫ് അവിടെ അതിൻ്റെ ബിഗിനിങ് യു ലോസ്റ്റ് ഇറ്റ്. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ അത് ഇവിടെ തുടങ്ങണമായിരുന്നോ എന്ന് പോലും സംശയമാണ്. പിന്നീട് രണ്ടുപേരും അങ്ങോട്ട് കയറിയതിന് ശേഷം നിങ്ങളുടെ ഇൻട്രാക്ഷനിൽ ഞാൻ ആക്ച്വലി ഐ വാസ് കൺഫ്യൂസ്ഡ്. ചേട്ടനും അനിയത്തിയായിരുന്നു അതോ രണ്ട് പേരായിരുന്നു അത്? ചേട്ടനും അനിയത്തി എന്നല്ല, രണ്ടുപേരും തെരുവിൽ വെച്ച് കണ്ടുമുട്ടി, രണ്ടുപേരും അത്ര. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, ഞാൻ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, ചേട്ടനും അനിയത്തിയാണോ എന്ന് എഴുതിയിട്ടുണ്ട്, ഹൗ ഓൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. വലിപ്പം വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ചേട്ടനും അനിയത്തി ആക്കാതിരുന്നത്, അങ്ങനെ ചിന്തിക്കാതിരുന്നത്. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് റീനയുടെ ഇവിടെ വെച്ചിട്ട് എനിക്ക് തോന്നി ഷീ ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണോ കാണിക്കുന്നത്? അങ്ങനെയല്ല, കുറച്ചൊരു പൊട്ടത്തരമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വലുതായിട്ട് സന്തോഷിക്കുകയും ചെറിയ ദുഃഖങ്ങൾ, ചെറിയ സങ്കടങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു കുട്ടി. പിന്നെ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പ് അല്ല, ഇവർ ശരിക്കും രണ്ടുപേരും ഇങ്ങനെ കണ്ടുമുട്ടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കുറേ പിള്ളേർ റോഡിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരുമിച്ച് ഇതൊരു ഭിക്ഷാടനം അങ്ങനെ ഒരു രീതി. അതെനിക്ക് ആദ്യത്തെ പറഞ്ഞത് ഞാൻ മെൻ്റലി ഒരു സംതിങ് ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നി ഇനീഷ്യൽ പോർഷനിൽ. ഇവിടെയും പിന്നെ ഇവിടെ നടന്നുകൊണ്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, അവിടെ എനിക്കത് കിട്ടി. യെസ്, ബട്ട് ദെൻ ദാറ്റ് ക്യാരക്ടറൈസേഷൻ സ്ലോലി അത് പോയി മനസ്സിലായല്ലേ? അത് പിന്നെ മറന്നാണോ എന്നറിയില്ല, അത് മൈൻഡിൽ കൂടിപ്പോയി. പിന്നെ ഇതിനകത്ത് കോർഡിനേഷനിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാൻസ് പീസ് അല്ല എന്നുള്ളത് കൊണ്ട് അത് പ്രശ്നമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡാൻസ് അല്ലല്ലോ, രണ്ടുപേരും കൂടി അവിടുന്ന് കേൾക്കുന്ന സാധനം ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. അതൊരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാം. കെയർലെസ് ആയിട്ടാണ് ചെയ്തത്, ശരിക്കും അങ്ങനെ കെയർലെസ് ആയിട്ട് തന്നെ ചെയ്തത്. അത് വാദത്തിന് വേണ്ടി പറയല്ല, മാർക്കിന് വേണ്ടി പറയല്ല, ഫ്രാങ്ക് ആയിട്ട് പറയാം. അതല്ല സാർ, അല്ല, ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാണ്. അതിനു വേണ്ടിയാണെങ്കിൽ ലിപ്പിന്റെ കാര്യം ഞാനും എഴുതിയിട്ടുണ്ട്. ആ തുടക്കത്തിൽ വന്ന അതേ ഷൂ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു എൻ്റെ ഷൂ. അത് കുറച്ചുകൂടി ക്യാരക്ടറൈസേഷനാണ് എൻ്റെ അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളത്. ഇതിൻ്റെ രണ്ടുപേരുടെയും ക്യാരക്ടറൈസേഷനിലാണ്. രണ്ടുപേരും പ്രൂവ്ഡ് ആർട്ടിസ്റ്റുകളുമാണ്, മനസ്സിലായി? ഇതേ സ്റ്റേജിൽ തന്നെ സഫിയ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ഓൾറെഡി പ്രൂവൺ യുവർ സെൽഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനി ഞാനും അല്ലെങ്കിൽ വനിതാരത്നത്തിൻ്റെ പ്രേക്ഷകർക്കും ഉള്ള എക്സ്പെക്റ്റേഷനും ഒരുപാടായിരിക്കും. ആ എക്സ്പെക്റ്റേഷൻ ലെവൽ വെച്ചിട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ബട്ട് എനിവേ, ഐ എം ഷുവർ ദാറ്റ് യു വിൽ കം ബാക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.